അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. മുസ്തഫ മൻഫലൂത്തിയുടെ ആ പാഠത്തിലെ 21-ാം യൂണിറ്റിലെ അൽ ഇബ്റാത്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തിട്ടുള്ള അൽ യതീം എന്ന പാഠഭാഗമാണ് നമുക്ക് നോക്കാനുള്ളത്. ആദ്യ പാരഗ്രാഫ് തന്നെ തുടങ്ങുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിന് അടുത്തുള്ള ഒരു വീട്ടിൽ ആ വീടിന്റെ മുകളിലെ റൂമിൽ 19-20 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു യുവാവ് ഈ അടുത്ത കാലത്ത് താമസം തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു ഹയർ സ്കൂളിലോ അല്ലെങ്കിൽ ഈജിപ്തിലുള്ള ഒരു മീഡിയം സ്കൂളിലൊക്കെ പഠിക്കുന്നതായിട്ടാണ് ഇദ്ദേഹത്തിന് അവനെ തോന്നുന്നത്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള മുസ്തഫ മൻഫലൂത്തിയുടെ വീട്ടിലുള്ള ഓഫീസ് റൂമിൻ്റെ ജനലിലൂടെ ഇദ്ദേഹം നോക്കുമ്പോൾ ആ യുവാവ് അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ റൂമിൻ്റെ ജനലിൽ അടുക്കൽ ഇരിക്കുന്നതായിട്ടാണ് കാണാറുള്ളത്. അദ്ദേഹത്തെ കാണുമ്പോൾ വളരെ മെലിഞ്ഞതായിട്ടുള്ള വിളറിയ മുഖമുള്ള ആരോടും കൂടുതലൊന്നും സംസാരിക്കാത്ത രീതിയിൽ അങ്ങനെയുള്ള ഒരാളെ ആയിട്ടാണ് കാണാറുള്ളത്. അയാൾ തൻ്റെ റൂമിൻ്റെ ഒരു മൂലയിൽ ഒരു വിളക്കിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നതായിട്ടാണ് ഇദ്ദേഹം എപ്പോഴും കാണാറുള്ളത്. എപ്പോഴും ആ യുവാവ് തൻ്റെ പുസ്തകത്തിലേക്ക് നോക്കിയിരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും മനഃപ്പാടമാക്കുകയോ അല്ലെങ്കിൽ അവൻ്റെ ദർസ് ഇങ്ങനെ ആവർത്തിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയായിരിക്കും ആ യുവാവ്. ഞാനേതായാലും അതൊന്നും കാര്യമാക്കിയില്ല. അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം കുറച്ച് കാലത്തിന് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ വീട്ടിൽ പോയി വരുന്ന ഒരു രാത്രി, വളരെ തണുപ്പുള്ള ശൈത്യകാലത്തുള്ള ഒരു രാത്രിയായിരുന്നു അത്. ആ രാത്രിയിൽ അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം തൻ്റെ ഓഫീസ് റൂമിലേക്ക് പോവുകയാണ്. ഓഫീസ് റൂമിൽ പോയാണ്ട് അദ്ദേഹം ലൈറ്റ് ഇട്ട് നോക്കുമ്പോൾ ആ യുവാവ് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മുമ്പിൽ അദ്ദേഹത്തിന്റെ പുസ്തകമുണ്ട്. ആ തുറന്നു വെച്ച പുസ്തകത്തിലേക്ക് അദ്ദേഹം മുഖം ഇങ്ങനെ താഴ്ത്തിയിരിക്കുകയാണ്. എന്തോ അവിടെ കിടന്ന് ഉറങ്ങുന്നത് പോലെ മുഖം ഇങ്ങനെ താഴ്ത്തിയിരിക്കുകയാണ്. അന്നേരം അദ്ദേഹം വിചാരിച്ചു, ഈ കുട്ടി വളരെ പഠിച്ച് ക്ഷീണിച്ചുകൊണ്ട് ആ ഒരു ക്ഷീണം കാരണത്താൽ ഉറങ്ങിപ്പോയതായിരിക്കാം, അല്ലെങ്കിൽ ഉറക്കം വെച്ചതിന്റെ ക്ഷീണം ഉണ്ടാവും, അത് കാരണത്താൽ അവിടെ തന്നെ കിടന്നുറങ്ങിയതായിരിക്കാം. അയാളുടെ കൺപോളകൾക്ക് വളരെയധികം ശക്തമായിട്ടുള്ള ഉറക്കം വരുന്നുണ്ട്. അയാളുടെ വിരിപ്പിലേക്ക് പോകാൻ, ആ കുട്ടിയുടെ ബെഡിലേക്ക് പോവാൻ ആ ഉറക്കം അവനെ നിർബന്ധിക്കുന്നുണ്ട്, ഉളരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഉറക്കം അവൻ അവിടെ തന്നെ വീഴ്ത്തിയതാണ് എന്ന് ഞാൻ വിചാരിച്ചു. അതായത് ആ കുട്ടി പഠിച്ച് ക്ഷീണിച്ചുകൊണ്ട് അവിടെ കിടന്നുറങ്ങിപ്പോയതാണ് എന്ന് അദ്ദേഹം മുസ്തഫ മൻഫലൂത്തി വിചാരിച്ചു. അദ്ദേഹം അവിടെ ഇങ്ങനെ നോക്കി ഇരിക്കെ തന്നെ ആ കുട്ടി പെട്ടെന്ന് ആ കുട്ടിയുടെ മുഖം ഉയർത്തി. ആ കുട്ടിയുടെ കണ്ണുകൾ കരച്ചിലിനാൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ആ പുസ്തകത്തിൽ നിറച്ചും കണ്ണുനീരായിക്കൊണ്ട് അതിലെ ചില കരിമാതകളെല്ലാം മായ്ഞ്ഞു പോയിട്ടുണ്ട്. അതിൻ്റെ മഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ണുനീരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കലർന്നിട്ടുണ്ട്. ഏതായാലും ആ കുട്ടി അവിടെ നിന്ന് എണീച്ചു പോയി. പിന്നീട് ആ കുട്ടി അങ്ങോട്ട് തന്നെ തിരിച്ചു വരികയും എന്നിട്ട് ആ കുട്ടി എന്തിലാണോ ഉണ്ടായിരുന്നത് അവിടെ തന്നെ നിലനിൽക്കുകയും ചെയ്തു. അഥവാ ആ കുട്ടി പേന എടുത്താണ്ട് വീണ്ടും ആ കുട്ടിയുടെ ജോലി തുടർന്നു. അടുത്ത പാരഗ്രാഫിലായി അദ്ദേഹം പറയുന്നത്, ഈ തണുപ്പുള്ള വളരെ ശാന്തമായിട്ടുള്ള രാത്രിയിൽ പാവപ്പെട്ട ദരിദ്രനായിട്ടുള്ള ഈ ഒരു യുവാവ് തനിച്ച് തൻ്റെ റൂമിലിരിക്കുന്നത് എങ്ങനെയുള്ള റൂമാണ്? ആ റൂമിൽ പ്രത്യേകിച്ച് സാമഗ്രികളൊന്നുമില്ല, ഒഴിഞ്ഞ റൂമാണ്. ആ റൂമിൽ അദ്ദേഹത്തിന് തണുപ്പിൽ നിന്ന് രക്ഷ നേടാനുള്ള തീയോ പുതപ്പോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അത്തരത്തിലുള്ള റൂമിൽ ഒരു പാവപ്പെട്ട ദരിദ്രനായിട്ടുള്ള ഒരു യുവാവ് ഒറ്റയ്ക്കിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വളരെയധികം വിഷമമായി എന്ന് മുസ്തഫ മൻഫലൂത്തി പറയുകയാണ്. പിന്നീട് അദ്ദേഹം പറയുന്നു, ആ കുട്ടിയുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളും പ്രാരാബ്ദങ്ങളൊക്കെ പേറുന്ന ആ ഒരു സമയം, ആ ഏജ് എത്തുന്നതിന് മുമ്പ്, ആ ഒരു പ്രായം എത്തുന്നതിന് മുമ്പേ ഈ കുട്ടിക്ക് ഒരുപാട് ടെൻഷൻസും അതുപോലെ തന്നെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ, ജീവിതത്തിന്റെ പ്രയാസങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. എന്നാൽ അവന്റെ ഈ പ്രയാസങ്ങളിൽ അവനെ സഹായിക്കാനോ അവനെ ആശ്വസിപ്പിക്കാനോ ആരും അവന്റെ കൂടെയില്ല. ഈ ഒരു സമയത്ത് അദ്ദേഹം സ്വയം പറയുകയാണ്, ഈ ഒരു വളരെ മോശമായിട്ടുള്ള ദയനീയമായിട്ടുള്ള ഒരു കാഴ്ചയ്ക്ക് ഒരു തുടക്കമുണ്ടാവും. ആ തുടക്കം, അതായത് ഈ എല്ലാ പ്രശ്നങ്ങൾക്കും, ഈ കുട്ടിയുടെ കാരണത്തിനൊക്കെ, ഈ കുട്ടിയുടെ പ്രയാസങ്ങൾക്കൊക്കെ ദുഃഖങ്ങൾക്കൊക്കെ ഒരു കാരണമുണ്ടാവും. ആ കാരണം ഈ കുട്ടിയെ വളരെയധികം ശിക്ഷിച്ചിട്ടുണ്ടാകും. അവൻ്റെ വാരിയലകൾക്കിടയിൽ അത് ഉരുകി ഒലിക്കുന്നുണ്ടാവും. ഏതുപോലെ അവൻ്റെ ശരീരം ഒരു പൊളിക്കപ്പെട്ട തകർന്ന വീട് വീഴുന്നത് പോലെ ആ അവസരത്തിൽ വീണ് പോയിട്ടുണ്ടാവും. ഏതായാലും അദ്ദേഹം ഒന്നും ചെയ്യാതെ കുറച്ചു നേരം അങ്ങനെ നോക്കി നിന്നു. പിന്നീട് ആ യുവാവിൻ്റെ ആ കുട്ടിയുടെ പുസ്തകമെല്ലാം അടക്കി വെച്ചുകൊണ്ട് അയാൾ അവിടെ നിന്ന് എണീച്ചു പോയി. അയാളുടെ ബെഡ്റൂമിലേക്ക് പോയി. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ബെഡ്റൂമിലേക്ക് പോയി. രാത്രി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്, കുറച്ച് മാത്രമേ ബാക്കിയുള്ളൂ. അതിൻ്റെ രാത്രിയുടെ കറുപ്പിൽ നിന്ന് കുറച്ച് പേജുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ആ പ്രഭാതം അതിൻ്റെ നാവ് ഇതിലേക്ക് ഇങ്ങനെ നീട്ടി പ്രഭാതം ആവാനായിട്ടുണ്ട്, രാത്രി അവസാനിക്കാനായിട്ടുണ്ട്. അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്, സുമലം അസൽ അറാഹു ബഅദ ഫീ കസീരിൻ മിനൽ ലയാലി. പിന്നീടും ഒരുപാട് രാത്രികളിൽ ഞാൻ അവനെ കണ്ടു. ഒന്നുമെങ്കിൽ അവൻ കരയുകയായിരിക്കും, അല്ലെങ്കിൽ അവൻ്റെ തല താഴ്ത്തി അവനിങ്ങനെ ഇരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ അവൻ്റെ തല കൊണ്ട് നെഞ്ചത്തടിക്കുകയോ, അല്ലെങ്കിൽ അവൻ്റെ പുതപ്പിൽ അവൻ ഉൾവലിഞ്ഞുകൊണ്ട് ഒരു മകൻ നഷ്ടപ്പെട്ട ഉമ്മ കരയുന്നത് പോലെ അവൻ കരയുകയായിരിക്കും, അല്ലെങ്കിൽ അവൻ്റെ റൂമിൻ്റെ ആ ചുമരുകൾ ഇങ്ങനെ തടവിക്കൊണ്ട് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. പിന്നീട് അവൻ ക്ഷീണിക്കുന്ന സമയത്ത് അവൻ്റെ ആ കസാരയിൽ വന്നിരുന്നു കൊണ്ട് വീണ്ടും കരച്ചിൽ തന്നെയായിരിക്കും. അവൻ്റെ ഈ കരച്ചിൽ കണ്ട് എനിക്കും അത് കണ്ട്
കരച്ചിൽ വരാൻ തുടങ്ങി. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ അടുക്കൽ ചെന്നുകൊണ്ട്, ഒരു ചങ്ങാതി ചെല്ലുന്നത് പോലെ അവൻ്റെ അടുക്കൽ ചെന്നുകൊണ്ട് എന്താണ് അവൻ്റെ ഉള്ളിലുള്ളത് എന്നറിയാൻ, അവൻ്റെ സങ്കടത്തിൽ പങ്കുചേരാൻ ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അവൻ്റെ ഉള്ളിൽ രഹസ്യമാക്കി വെക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തെ പുറത്തെടുക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട്, അവൻ്റെ പ്രൈവസിയെ മാനിച്ചുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യാതെ അങ്ങനെ തന്നെ തുടർന്നു. ഒരുപക്ഷെ അവൻ ആ കാര്യങ്ങൾ ജനങ്ങളിൽ നിന്നെല്ലാം മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നതായിരിക്കാം. അതുകൊണ്ട് ഏതായാലും ഞാൻ അവൻ്റെ അടുക്കലേക്ക് പോയില്ല. ഇന്നലെ രാത്രിയെല്ലാം ഒന്ന് ശാന്തമായതിനു ശേഷം ഞാൻ അവൻ്റെ റൂമിലേക്കൊന്ന് നോക്കി. അവൻ്റെ മുറി വളരെ ശാന്തമായും അതേപോലെ തന്നെ ഇരുട്ട് നിറഞ്ഞതുമായിരുന്നു. അവൻ എന്തോ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോയതായിരിക്കാം എന്ന് ഞാൻ കരുതി. കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവൻ്റെ റൂമിൽ നിന്ന് എന്തോ ഒരു ദുർബലമായിട്ടുള്ള ഒരു ശബ്ദം അവൻ്റെ റൂമിൽ നിന്ന് ഞാൻ കേട്ടു. എൻ്റെ കാതുകളെ അത് നല്ല രീതിയിൽ പ്രയാസപ്പെടുത്തുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നി അത് അവൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാവുന്ന ശബ്ദം തന്നെയാണ്, അത് അവനിൽ നിന്നുണ്ടാവുന്ന ശബ്ദം തന്നെയാണ്. ആ ശബ്ദം ഇദ്ദേഹത്തിന് എൻ്റെ ഉള്ളിലെ, എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ അതിൻ്റെ മുഴക്കം കേൾക്കുന്നത് പോലെ എനിക്ക് തോന്നി. കാര്യം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയിരിക്കുന്നു, അഥവാ കാര്യം വളരെ സീരിയസ് ആയിട്ടുണ്ട്. ഞാൻ അവനിലേക്ക് പോകൽ അനിവാര്യമാണ്. അവൻ്റെ അടുക്കൽ അവൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരാളില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അവൻ്റെ അടുക്കൽ പോകൽ അനിവാര്യമാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ യുവാവിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹം തൻ്റെ ഹാദിമിൻ്റെ അടുക്കിലേക്ക് പോയി. ഹാദിമിൻ്റെ അടുക്കൽ ചെന്നുകൊണ്ട് ഒരു വിളക്കും വാങ്ങി അദ്ദേഹം ആ യുവാവിൻ്റെ വീട്ടിലെ ലക്ഷ്യം വെച്ച് നടന്നു. അയാളുടെ വീട്ടിലേക്ക് ആ കോണിപ്പടയും കയറി അയാളുടെ റൂമിൻ്റെ ആ വാതിലിന് മുന്നിൽ ചെന്ന് നിന്നു. ആ ഒരു സമയത്ത് ഒരു മരിച്ച ഒരാളെ കബറിലേക്ക് യാത്ര അയക്കാൻ വേണ്ടിയിട്ട് കബറിൻ്റെ വാതിലിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ ഒരു ഏകാന്തതയും ആ ഒരു ഫീലിങ്സ് ആയിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് അദ്ദേഹം ആ റൂമിലേക്ക് പ്രവേശിച്ചു. ആ സമയത്ത് പെട്ടെന്ന് ആരോ വരുന്നത് പോലെ തോന്നിയ ആ യുവാവ് തൻ്റെ കണ്ണുകൾ തുറന്നു. ആ തുറന്നാണ്ട് ഈ നേരിയ വെളിച്ചം, ആ ഒരു റാന്തലും കൊണ്ട്, ആ ഒരു വിളക്കം കൊണ്ട് വരുന്ന ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ആ യുവാവ് ശരിക്കും അമ്പരക്കുന്നുണ്ട്. കാരണം ഈ ആരാണെന്ന് അറിയാത്ത, ഇതുവരെ തൻ്റെ റൂമിലേക്ക് ആരും വരാറില്ല. അങ്ങനെ ഒരു മുറിയിലേക്ക് തനിക്ക് പരിചയമില്ലാത്ത ഒരാൾ ഈ ഒരു അർദ്ധരാത്രിയിൽ ഒരു വിളക്കം കത്തിച്ച് വരുന്നത് കണ്ടപ്പോൾ ആ യുവാവ് ശരിക്കും ഒന്ന് അമ്പരന്നു. അയാൾ പതിയെ ഒന്ന് എഴുന്നേറ്റ് നിന്നു. അയാളൊന്നും സംസാരിക്കുന്നില്ല, ഒന്നും മുഖത്തേക്കൊന്നും നോക്കുന്നുമില്ല. അപ്പോൾ ഇദ്ദേഹം അവൻ്റെ അടുക്കലേക്ക് പോയി, അവൻ്റെ ആ ബെഡിൻ്റെ അടുക്കലേക്ക് പോയി അവൻ്റെ അടുത്തിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന നിന്റെ അയൽവാസിയാണ്, നിന്റെ കാര്യങ്ങൾ കേട്ടിട്ട് വന്നിട്ടുള്ളതാണ്. നീ ഏതൊരു കാര്യത്തിലാണോ ഉള്ളത് അതിൽ നിന്നെ സഹായിക്കാനാണ് ഞാൻ വന്നത്. നീ എന്തെങ്കിലും രോഗത്തിലാണോ എന്ന് ഇദ്ദേഹം ചോദിക്കുന്നു. ആ സമയത്ത് ആ യുവാവ് തൻ്റെ കൈ എടുത്തുകൊണ്ട് പതിയെ അയാളുടെ നെറ്റിയിൽ വെച്ച് നോക്ക്. ആ സമയത്ത് ഇദ്ദേഹവും ഈ മുസ്തഫ മൻഫലൂത്തിയും അദ്ദേഹത്തിൻ്റെ കൈ എടുത്തുകൊണ്ട് ഈ യുവാവിൻ്റെ നെറ്റിയിൽ വെച്ച് നോക്കുന്നുണ്ട്. ആദ്യം ആ യുവാവ് സ്വന്തം കൈ എടുത്താണ് നെറ്റിയിൽ വെക്കുന്നു. പിന്നീട് മുസ്തഫ മൻഫലൂത്തി അവൻ്റെ നെറ്റിയിൽ ഇദ്ദേഹത്തിൻ്റെ കൈ വെച്ച് നോക്കുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് അവൻ്റെ തല ഒരു ആളി കത്തുന്നത് പോലെ, അത്രക്കും പനിയുള്ളതായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ ഇവന് പനിയുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ വീണ്ടും അദ്ദേഹം ആ യുവാവിൻ്റെ ശരീരം മുഴുവൻ ഒന്ന് നോക്കുന്നുണ്ട്. ആ സമയത്ത് അവൻ്റെ ശരീരം എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക ശരീരം പോലെയായിരുന്നു. കാരണം പെട്ടെന്ന് നോക്കുന്ന ഒരാൾക്ക് അതിനെ വിശദീകരിക്കാൻ കഴിയില്ല. അവൻ്റെ വസ്ത്രങ്ങളാണെങ്കിലോ അത് തോലുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ലൂസായിട്ടുള്ള വസ്ത്രമാണ്. അവൻ്റെ ശരീരം ആ വസ്ത്രങ്ങൾക്കുള്ളിൽ തിരമാല അടിക്കുന്നത് പോലെ അത്രക്കും ലൂസായിട്ടുള്ള ഒരു വസ്ത്രമാണ് അവൻ ധരിച്ചിരിക്കുന്നത്. ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഖാദിമിനോട് ഇദ്ദേഹം ഈ ഈ പനിക്കുള്ള മരുന്ന് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് തുള്ളികൾ ഈ യുവാവിനെ അദ്ദേഹം കുടിപ്പിച്ചു. ആ സമയത്ത് ഈ യുവാവിന് ചെറിയ രീതിയിലുള്ള ഒരു ബോധം തെളിഞ്ഞു വന്നു. എന്നിട്ട് അവൻ നല്ല തെളിഞ്ഞ ശുദ്ധമായ രീതിയിൽ എന്ത് ചെയ്തു, ഇദ്ദേഹത്തെ ആ യുവാവ് ഒന്ന് നോക്കി. എന്നിട്ട് ആ യുവാവ് ഇദ്ദേഹത്തിനോട് പറഞ്ഞു, ശുക്രൻ ലക്, നിങ്ങൾക്ക് നന്ദി എന്ന് പറഞ്ഞു. ആ സമയത്ത് ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിക്കുന്നു. ആ യുവാവ് പറഞ്ഞു, എനിക്കൊരു പ്രശ്നവും ഇല്ല എന്ന് ആ യുവാവ് പറയുകയും ചെയ്തു. അദ്ദേഹം വീണ്ടും അവനോട് ചോദിക്കുന്നുണ്ട്, നീ ഈ ഒരു അവസ്ഥയിൽ തന്നെയാണോ ഒരുപാട് കാലം ജീവിച്ചത് എന്ന് ചോദിക്കുന്നു. ആ സമയം അവൻ പറയുന്നു, അവൻ അറിയില്ല എന്ന്. ആ രീതിയിലാണ് അവൻ മറുപടി കൊടുക്കുന്നത്. പിന്നീട് അദ്ദേഹം ചോദിക്കുന്നു, ഞാനൊരു ഡോക്ടറെ വിളിക്കട്ടെ, നിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഡോക്ടറെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തട്ടെ എന്ന് ചോദിച്ച സമയത്ത് അവൻ വളരെ ഒരു സങ്കടത്തോടു കൂടെയുള്ള കണ്ണുകളെ കൊണ്ട് ഇദ്ദേഹത്തെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് അവൻ പറയുന്നു, ഈ ഡോക്ടർമാർക്കൊക്കെ ആവശ്യമുള്ളത് ജീവിതം മരണത്തിന് മേൽ സ്വാധീനം ചെലുത്തുന്ന ആളുകളെയാണ്, അഥവാ ജീവിതത്തിൽ എന്തെങ്കിലും പ്രത്യാക്ഷയോ അല്ലെങ്കിൽ ആഗ്രഹങ്ങളൊക്കെ ഉള്ള ആളുകളെയാണ് ഡോക്ടർമാർക്ക് ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ രണ്ട് കണ്ണുകളും അടച്ചു. എന്നിട്ട് അവൻ പതിയെ ഉറക്കത്തിലേക്ക് പോയി. പക്ഷേ ഇദ്ദേഹത്തിന് ഇവൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഡോക്ടറെ വിളിക്കൽ അത്യാവശ്യമാണെന്ന് തോന്നി. അദ്ദേഹം ഡോക്ടറെ വിളിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഡോക്ടർ വരികയും ചെയ്തു. ആ ഡോക്ടർ വളരെയധികം ദേഷ്യത്തിലാണ്. കാരണം വളരെയധികം രാത്രി സമയത്തല്ലേ വിളിക്കുന്നത്. ആ ഡോക്ടറുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയത് കൊണ്ട് ആ ഡോക്ടർ വളരെയധികം ദേഷ്യത്തിലാണ്. അതുപോലെ തന്നെ ഇരുട്ടുള്ള യാത്രയിൽ ഇരുട്ടുള്ള വഴികളിലൂടെ അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ ഇവിടെ വന്നിട്ടുള്ളത്. അതൊക്കെ കാരണത്താൽ ആ ഡോക്ടർ വളരെ ദേഷ്യത്തിലാണ്. പക്ഷേ ഇദ്ദേഹം ഈ മുസ്തഫ മൻഫലൂത്തി ഡോക്ടറുടെ പരാതികളൊന്നും ഗവനിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം ഈ ഡോക്ടറോട് എങ്ങനെയാണ് മാപ്പ് ഉപേക്ഷിക്കേണ്ടതെന്ന് അയാൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ മുസ്തഫ മൻഫലൂത്തി ഈ ഡോക്ടറുടെ ഈ പരാതികളൊന്നും അദ്ദേഹം മൈൻഡ് ആക്കുന്നില്ല. എന്നിട്ട് ആ ഡോക്ടർ വന്നുകൊണ്ട്
ഈ മരീദിന്റെ ഈ യുവാവിന്റെ പൾസ് ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ട് ഇദ്ദേഹത്തിന്റെ മുസ്തഫ മൻഫലൂത്തിയുടെ ചെവിയിൽ വന്നുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ രോഗി വളരെയധികം അപകടഘട്ടത്തിലാണ് ഉള്ളത്. അയാൾ കൂടുതൽ കാലമൊന്നും ജീവിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അള്ളാഹുവിന്റെ ഖദായിൽ എന്തോ ഒന്ന് മറഞ്ഞിരിക്കുന്നുണ്ട്, നമുക്കറിയാത്ത എന്തോ ഒന്ന് മറഞ്ഞിരിക്കുന്നുണ്ട്. അങ്ങനെയല്ലെങ്കിൽ ഇയാൾ എന്താവുകയില്ല, കൂടുതൽ കാലം ജീവിക്കുകയില്ല. ഇനി അള്ളാഹിന്റെ ഖദായിൽ അങ്ങനെ കൂടുതൽ കാലം ജീവിക്കും എന്നുണ്ടെങ്കിൽ ജീവിക്കുമെന്നല്ലാതെ സാധാരണ രീതിയിൽ ഇയാളുടെ പൾസ് നോക്കുമ്പോൾ ഇയാൾ കൂടുതൽ കാലം ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല. പിന്നീട് ആ ഡോക്ടർ ഒരു മൂലയിൽ ഇരുന്നുകൊണ്ട് ഈ രോഗിക്ക് വേണ്ടിയിട്ടുള്ള മരുന്നുകളെല്ലാം, അഥവാ സ്വൈതലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാർമസിയിൽ നിന്ന് വാങ്ങാനുള്ള മരുന്നുകളെല്ലാം കുറിച്ചു കൊടുത്തു. ഏതുപോലെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവരുടെ രോഗികളായിട്ടുള്ള അടിമകളിൽ നിന്ന് അവർ ടാക്സ് വാങ്ങുന്നത് പോലെയാണ് ഇദ്ദേഹം അതിനെ പറയുന്നത്. പിന്നീട് ഈ തൊബീബിന്റെ ഈ ഡോക്ടറുടെ കാര്യത്തിലേക്ക് ഇദ്ദേഹം തിരിഞ്ഞു, അഥവാ ഈ ഡോക്ടറുടെ പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്താണ് സെറ്റിലാക്കി. അങ്ങനെ സെറ്റിലാക്കിയതിനു ശേഷം ഇദ്ദേഹത്തിനോട് എന്ത് ചെയ്തു, ഈ ഡോക്ടറോട് അദ്ദേഹത്തിന് തൃപ്തിയാവുന്ന രീതിയിൽ അദ്ദേഹത്തിനോട് ഒരു ക്ഷമാപണവും നടത്തി. രാത്രി അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിച്ചതുകൊണ്ട് അദ്ദേഹത്തിനോട് ക്ഷമാപണവും നടത്തി. പിന്നീട് ഇദ്ദേഹം മുസ്തഫ മൻഫലൂത്തി ഈ രോഗിക്ക് വേണ്ട മരുന്നുകളെല്ലാം അവിടെ എത്തിക്കുകയും ആ നീണ്ട രാത്രി ഈ രോഗിയോട് കൂടെ അദ്ദേഹം ചെലവഴിക്കുകയും ചെയ്തു. അദ്ദേഹം ആ രാത്രിയിൽ നക്ഷത്രങ്ങളെ തൊട്ടൊക്കെ അദ്ദേഹം ഓഫിലായിരുന്നു, അദ്ദേഹം അശ്രദ്ധനായിരുന്നു. അതുപോലെ തന്നെ ആ രാത്രി വരെ ദൈർഘ്യമേറിയതായിരുന്നു, അതിന്റെ രണ്ടറ്റങ്ങളും വളരെ വിദൂരമായ അത്രക്കും ദൈർഘ്യമേറിയിട്ടുള്ള ആ രാത്രിയിൽ അദ്ദേഹം ആ രോഗിയോട് കൂടെ ചെലവഴിക്കുകയുണ്ടായി. ആ രാത്രിയിൽ അവന് വേണ്ട മരുന്നുകളെല്ലാം കുടിപ്പിക്കുകയും ചില സമയങ്ങളിൽ അവന്റെ കാര്യം ആലോചിച്ചുകൊണ്ട് അദ്ദേഹം കരയുകയും ചെയ്തു. അങ്ങനെ പ്രഭാതം പൊട്ടി ഉയർന്നപ്പോൾ ഈ യുവാവ് പതിയെ അയാൾ ബോധത്തിലേക്ക് വന്നു. ആ യുവാവ് ബോധത്തിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹം തന്റെ ബെഡിന് ചുറ്റും ഒന്ന് നോക്കി. ആ സമയത്ത് ഈ മുസ്തഫ മൻഫലൂത്തിയെ കാണുന്ന സമയത്ത് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇപ്പോഴും എവിടെയുണ്ടോ? അപ്പോൾ ഈ മുസ്തഫ മൻഫലൂത്തി പറയുന്നു, അതെ ഞാൻ ഇവിടെ ഉണ്ട്, നീ ഉണ്ടായിരുന്നതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലാണ് നീ ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നു, അഥവാ ഇപ്പോൾ നീ ഓക്കെ ആണല്ലോ എന്ന് ചോദിക്കുകയാണ് അദ്ദേഹം. അപ്പോൾ അയാൾ പറയുന്നു, ഞാൻ ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ മറുപടിയും കൊടുക്കുന്നു. പിന്നീട് അദ്ദേഹം മുസ്തഫ മൻഫലൂത്തി ആ യുവാവിനോട് ചോദിക്കുന്നു, നീ ആരാണ്? അതുപോലെ തന്നെ നീ എന്തിനാണ് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? ഈ സ്ഥലത്ത് നീ എന്തിനാണ് ഒറ്റയ്ക്ക് നിൽക്കുന്നത്? ഈ നാട്ടിൽ നീ വിദേശിയാണോ, അല്ലെങ്കിൽ ഈ നാട്ടുകാരൻ തന്നെയാണോ? നിനക്ക് വ്യക്തമായിട്ടുള്ള പുറമെ എന്തെങ്കിലും രോഗമുണ്ടോ, അല്ലെങ്കിൽ നിന്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ നിനക്കുണ്ടോ എന്ന് ഞാൻ അറിയട്ടെ എന്ന് ചോദിക്കുകയാണ് അദ്ദേഹത്തിന്. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന രീതിയിൽ അദ്ദേഹം ചോദിക്കുകയാണ്. അന്നേരം ഈ യുവാവ് പറയുന്നു, എനിക്ക് ഈ രണ്ട് പ്രശ്നങ്ങളുമുണ്ട്. എനിക്ക് ബാഹ്യമായിട്ടുള്ള രോഗങ്ങളുമുണ്ട്, അതുപോലെ തന്നെ മനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എനിക്ക് 2 പ്രശ്നങ്ങളും ഉണ്ട് എന്ന് അവൻ പറയാണ്. ആ സമയത്ത് മുസ്തഫ മൻഫലൂത്തി ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിന്റെ പ്രശ്നം എന്താണെന്ന് എന്നോട് പറയും. ഒരു കൂട്ടുകാരൻ അവന്റെ കൂട്ടുകാരനോട് പറയുന്നത് പോലെ നീ നിന്റെ പ്രശ്നങ്ങൾ എന്നോട് പറയണം. കാരണം ഞാൻ നിന്റെ കാര്യങ്ങൾ ഞാൻ നോക്കുന്ന ആളായിട്ടുണ്ടല്ലോ. നീ നിന്നെ നോക്കുന്നത് പോലെ ഞാൻ നിന്നെ നോക്കിയിട്ടുണ്ട്, നിന്നെ നോക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് നീ ഒരു ചങ്ങാതിയോട് പറയുന്ന പോലെ നിന്റെ പ്രശ്നങ്ങളൊക്കെ എന്നോട് പറ എന്ന് പറഞ്ഞു. അന്നേരം ആ യുവാവ് അദ്ദേഹത്തിനോട് പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു തആല എനിക്ക് കുറച്ചു കാലം കൂടെ ജീവിക്കാൻ ആയുസ് നീട്ടി തരികയാണെങ്കിൽ, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല വിധിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം നീ മറച്ചു വെക്കണം. അങ്ങനെ അല്ല, ഇനി അള്ളാഹു സുബ്ഹാനഹു തആല പെട്ടെന്ന് തന്നെ എനിക്ക് മരണം വിധിക്കുകയാണെങ്കിൽ, ഞാൻ പെട്ടെന്ന് തന്നെ മരണപ്പെടുകയാണെങ്കിൽ എൻ്റെ വസിയത്തുകളെല്ലാം പൂർത്തിയാക്കും എന്ന് നീ എന്ത് ചെയ്യണം, എനിക്ക് വാക്ക് നൽകണം. അങ്ങനെ വാക്ക് നൽകുകയാണെങ്കിൽ ഞാൻ നിന്നോട് പറയാം എന്ന് പറഞ്ഞു. അന്നേരം മുസ്തഫ മൻഫലൂത്തി അദ്ദേഹം ഈ യുവാവിന് വാക്ക് കൊടുക്കുകയാണ്, ഞാൻ ഇതേപോലെ തന്നെ ചെയ്യാം എന്ന്, ഞാൻ ആരോടും പറയില്ല എന്നുള്ള രീതിയിൽ വാക്ക് കൊടുത്തു. അന്നേരം ആ യുവാവ് പറഞ്ഞു, നിങ്ങളെപ്പോലെയുള്ള ഒരു മാന്യമായിട്ടുള്ള നല്ല ഹൃദയമുള്ള ഒരാൾ ഒരിക്കലും അയാൾ വഞ്ചിക്കുകയോ അതുപോലെ തന്നെ കളവ് പറയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കഥ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു യതീമിന്റെ കഥയാണ് ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. ആ യതീമിനോട് അദ്ദേഹം കാണിക്കുന്ന ആ ഒരു വാത്സല്യവും അതുപോലെ തന്നെ ആ സ്നേഹവും അദ്ദേഹത്തിന്റെ പരിഗണനയും എല്ലാമാണ് ഈ കഥയിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിൽ എല്ലാവരും സന്തോഷവാന്മാരായിരിക്കണം എന്നില്ല. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ പലരും നമ്മൾ കാണാത്ത, പുറമേ കാണുമ്പോൾ പലപ്പോഴും അവർക്ക് നല്ല സന്തോഷത്തിലാണെന്ന് തോന്നുമെങ്കിലും അവരുടെ ഉള്ളിലൊക്കെ വലിയ പ്രശ്നങ്ങളും വലിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചുറ്റും തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുള്ള പ്രയാസങ്ങളുള്ള ആളുകളുണ്ട് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഏതായാലും ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗം കൂടെ നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.